ന്യൂസ് ഈസ് ദിസ്. ഏറ്റവും നല്ല വാർത്ത, സകല മനുഷ്യരും അറിയേണ്ട ഏറ്റവും നല്ല വാർത്ത ഇതാണ്. ഹിസ് ഡെത്ത്, ആ മരണം എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. ഈ ക്രൂശിൽ എന്താ നടന്നേ? വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്? ദൈവം തന്റെ പുത്രനെ, ഈ പറഞ്ഞ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ യഹോവയായ ദൈവം തന്റെ ദാസനാകുന്ന യേശുവിനെ അയച്ച് എന്താണ് ചെയ്തത്? ഞാൻ വായിച്ചൊരു സംഭവം ഞാൻ പറയാം. ഒരു കഥയായിട്ടോ നിങ്ങൾക്ക് അതിനെ കാണാം. മറ്റൊരു രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ഒരു യൗവനക്കാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചത് നിമിത്തം പിടിക്കപ്പെട്ടു. പോലീസ് തന്നെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ പോലീസ് നേരിട്ട് പിടിച്ച കേസാണ്. പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ വിഷ്വൽസ്, വീഡിയോ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, തെളിവുകളെല്ലാം കൃത്യമായിട്ടുണ്ട്. കോടതി കൂടി, ജഡ്ജി വന്നിരുന്നു. പോലീസ് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചാണ്, നേരിട്ട് പിടിച്ചുകൊണ്ട് വന്ന കേസാണ്. അപ്പോൾ എല്ലാം തുടങ്ങാൻ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് ജഡ്ജിയുടെ മോനെയാണ്. ജഡ്ജിയുടെ മോനെയാണ് പിടിച്ചോണ്ട് വന്നേക്കുന്നത്. അയ്യോ, അപ്പൊ ജഡ്ജിക്ക് ഇപ്പൊ വലിയ പ്രശ്നമായി. എന്തോ ചെയ്യും? മോനെ ഭയങ്കര സ്നേഹമാ, വെറുതെ വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മോൻ പപ്പയായി ഇന്ന് കേസ് നോക്കുന്ന നടക്കുമ്പോൾ മോന് സന്തോഷമായി. ഇന്ന് എന്തുവാണല്ലോ ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ നേരിട്ട് പിടിച്ച കേസല്ല, എന്തോ ചെയ്യും? വാദങ്ങൾ തുടർന്നു, തെളിവുകൾ നിരത്തി, കുറ്റക്കാരൻ തന്നെയാ. ശിക്ഷ വിധിച്ചു. $5000 കൊടുക്കണം. മോൻ്റെയിലാണ് 5 പൈസ ഇല്ല. 5000 രൂപ പിഴ കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിൽ പൊക്കണം. മോൻ പറഞ്ഞു, പപ്പ ഇത്തവണത്തേക്ക് എന്നെ ഇനി ഞാൻ മേലാൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഞാൻ വേണമെങ്കിൽ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാം. ഞാൻ ഇതിന് പകരമായിട്ട് സാധുക്കളെ പോയി ശുശ്രൂഷിക്കാം, ആഹാരമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആഹാരം കൊടുക്കാം, ഇങ്ങനെ സാമൂഹികമായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്തവണത്തേക്ക് എന്നെ. പക്ഷേ ഈ ന്യായാധിപന് വിടാൻ പറ്റുമോ? വിട്ട പ്രശ്നമല്ലേ? ഈ നീതി ന്യായം നടപ്പാക്കണമെങ്കിൽ ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ. ഒടുവിൽ ആ കഥ പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ഉള്ളിൽ വലിയ സങ്കടം, ഒരു സൈഡിൽ നീതി നടപ്പാക്കണമെന്നുള്ള ആ ജോലിയുടെ ഉത്തരവാദിത്വവും, മറു സൈഡിൽ മകനോടുള്ള ആഴത്തിലുള്ള സ്നേഹവും, ഇത് തമ്മിൽ വലിയ യുദ്ധം. ഒടുവിൽ ഈ ന്യായാധിപൻ ചെയ്തത്, ശിക്ഷ വിധിച്ചതിന് ശേഷം താൻ ആ കുപ്പായം അവിടെ വെച്ചിട്ട് ഇറങ്ങി ആ മകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് $5000 എടുത്ത് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എന്തോ സംഭവിച്ചു? ശിക്ഷ നടപ്പാകുകയും ചെയ്തു, സ്നേഹത്തിൻ്റെ പ്രദർശനവും നടന്നു. സത്യത്തിൽ ദൈവം യേശുവിനെ അയച്ചതിലും സംഭവിക്കുന്നത് ഇതേ കാര്യമാണ്. മനുഷ്യൻ ദൈവ കോടതിക്ക് മുമ്പിൽ കുറ്റക്കാരാണ്. പക്ഷെ ദൈവത്തിന് മനുഷ്യനെ സ്നേഹമാണ്, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വാട്ട് ക്യാൻ ബി ഡൺ? എന്തോ ചെയ്യും? ഒറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പിടിക്കപ്പെട്ട കുറ്റക്കാരന് പകരമായിട്ട് ഞാൻ എൻ്റെ ദാസനെ നിർത്താമെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ദാസനെ, അല്ല, ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചു. ഈ യഹോവയുടെ ദാസൻ ചെയ്തതെന്തെന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ശ്രദ്ധിക്കണം അടുത്ത ഭാഗം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ നടക്കുന്നു. എന്താണ്?
എന്താണ് ദൈവം ചെയ്തത്? അത്ഭുതകരമായി യഹോവയുടെ ദാസനെ നിർത്തിയിട്ട് ഈ പിടിക്കപ്പെട്ട കുറ്റവാളിയുടെ മേളിലുണ്ടായിരുന്ന സകല അകൃത്യവും എടുത്ത് ഒരു കുറ്റവും ചെയ്യാത്തവന്റെ മേളിലേക്ക് ചുമത്തി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേലാക്കി, പാപമില്ലാത്തവൻ പാപമാക്കിപ്പെട്ടു. അങ്ങനെ ഈ പാപം ട്രാൻസ്ഫർ ചെയ്തപ്പോ അതോടൊപ്പം ഈ പാപത്തിന്റെ ശിക്ഷയും ആരുടെ മേലായി? യേശുവിന്റെ മേലായി. അതാണ് 5-ാമത്തെ വാക്യം വായിക്കുന്നത്. എന്നാൽ അവൻ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ശ്രദ്ധിച്ചോ? 2000 വർഷത്തിന്റെ മുമ്പിൽ ഒരു മരണം നടന്നു. പക്ഷെ ആ മരണം എന്തിനായിരുന്നു? അത് എന്റെ പാപം യേശുവിന്റെ മേൽ ചുമത്തി എന്റെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് ആ മലയിലേക്ക് കടന്നുപോയതാണ് യേശു ചെയ്തത്. ഹിസ് ഡെത്ത്, ആ മരണം എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. ഞാൻ പിടിക്കപ്പെട്ട് ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് എന്റെക്ക് പകരമായി എൻ്റെ സ്ഥാനമെടുത്ത്, എൻ്റെ പാപമെടുത്ത്, എൻ്റെ ശിക്ഷയെടുത്ത് കാൽവറിയിലേക്ക് നടന്നുപോയ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതം ഇതുവരെയും രക്ഷിതാവിനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ മരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മരണം ഈ ദേശത്ത് പാപത്തിൽ തുടരുന്ന സകലർക്കും വേണ്ടിയാണെന്നുള്ള വിശ്വാസം ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവ് പറയാ, കുഞ്ഞേ, സഹോദര, സഹോദരി, നിന്റെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവ കോടതിക്ക് മുമ്പിൽ ദൈവ ക്രോധത്തെ വഹിച്ച ദൈവത്തിന്റെ പുത്രനെ കാണാതിരിക്കരുത്.